ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ ഇത് ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നറിയാം, പക്ഷേ ആർക്കെങ്കിലും അറിയില്ല എങ്കിൽ അവർക്കൂടെ പ്രയോജനപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ ഐസ്ക്രീമിനൊക്കെ പകരം നമുക്ക് ഫ്രൂട്ട് സലാഡ് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്, സൂപ്പറാണ് സംഭവം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, ഈ ടേബിൾ സ്പൂൺ എന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ സ്പൂണാണ്. അതിലേക്ക് 1/4 കപ്പ് പാല് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കട്ടയില്ലാതെ ഇളക്കി കൊടുക്കാം. അപ്പോൾ പാൽ തന്നെ ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളമായാലും ഒഴിച്ചിട്ട് ഇത് കട്ടയില്ലാതെ കറക്കിയെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ പഞ്ചസാരയും പാലുമാണ്. അപ്പോൾ ഞാൻ ഗ്യാസിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് പാല് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 2 കപ്പ് പാലെന്ന് വെച്ചാൽ ഏകദേശം 1/2 ലിറ്ററോളം വരും. അപ്പോൾ ഈ പാലിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ അളവിൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇത്രയും പാൽ തന്നെ ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്യാം. ടേസ്റ്റിൽ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുത്തു. അപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 4 വലിയ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തു. പഞ്ചസാര ഇപ്പം നല്ലതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കി നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിന് മുകളിൽ പാട കിട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കലക്കി വെച്ച കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ നമ്മൾ കലക്കി വെച്ചില്ലേ, അത് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ തിളച്ച പാലിലേക്ക് ഇങ്ങനെ ഡയറക്റ്റ് പൗഡറാണ് ഇടുന്നതെങ്കിൽ അതെന്ത് ചെയ്യും, കട്ട കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യുന്നത്, കലക്കിയിടുന്നത്. അപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിൽ മൈദ ഉണ്ടാവില്ലേ, അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും വാനില എസൻസും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ കസ്റ്റാർഡ് ഉണ്ടാക്കാം. പക്ഷേ ഈ ഒരു ഇതിൽ തന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ കസ്റ്റാർഡ് പൗഡർ വാങ്ങിയാൽ മതി. പക്ഷേ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും വരത്തില്ലേ. എന്നിട്ട് ഇതേപോലെ നല്ല കുറുക്ക് രൂപത്തിലാവും. അപ്പോൾ ഇതിൽ കോൺഫ്ലോർ ആണ് ശരിക്കും ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ ബേസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കോൺഫ്ലോർ ഒന്ന് വേകണം. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്നൊരു കുറുക്ക രൂപത്തിലായിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഫ്രൂട്ട് സലാഡിന് ആവശ്യമായ ഫ്രൂട്ട്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഫ്രൂട്ട്സേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പപ്പായയോ ഒരു നേന്ത്രപ്പഴമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ചെറിയ പഴം അരിഞ്ഞതിട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ കുരുവൊക്കെ കളഞ്ഞതാണ്, അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് മുന്തിരിങ്ങയാണ്. ഇതിപ്പോൾ കുരുവില്ലാത്ത പച്ചമുന്തിരിങ്ങയാണ്. അപ്പോൾ പച്ചയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റേ കറുത്ത മുന്തിരിങ്ങയൊക്കെ ഇടാം. അപ്പോൾ പക്ഷേ എൻ്റെ അടുത്ത് അതില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആപ്പിളാണ്. അപ്പോൾ ചെറിയ 2 ആപ്പിളാണ്, കുഞ്ഞാപ്പിൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ മാതളം അതിൻ്റെ അല്ലി എടുത്തത് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ബൗളിലേക്ക് ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചതിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പഞ്ചസാര പൊടിച്ചിട്ട് കൊടുക്കുന്നത് വെച്ചാൽ, ഒന്ന് ഫ്രൂട്ട്സിന് ഇത്തിരി മധുരം കുറവാണെങ്കിലും മധുരം നന്നായിട്ട് പിടിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആപ്പിള് കറുത്ത് പോകത്തില്ല. അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് വെച്ചാൽ ഇതാക്കുമ്പോഴത്തേക്കിന് എന്ത് ചെയ്യും, ഫ്രൂട്ട്സ് കറുത്ത് പോകും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും കൂടാണ് നമ്മൾ ഈ പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഇത് വെക്കുമ്പോൾ നല്ല ഫ്രൂട്ട്സിനൊക്കെ നല്ല ഗ്ലേസിങ് വരും. ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് ഒഴിക്കണം. അപ്പം നമ്മുടെ കസ്റ്റാർഡ് തണുത്തിട്ടുണ്ട്, നല്ല യെല്ലോ കളറൊക്കെ ആയിട്ട് നല്ല തണുത്ത് കുറുകിയിരിപ്പുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് ചേർക്കാം. അപ്പോൾ 2 തരത്തിൽ ഞാൻ കാണിച്ചു തരാം ഇത് ചേർക്കുന്നത്. ആദ്യം നമുക്കിതിൽ 1 സ്പൂൺ കസ്റ്റാർഡ് എടുത്തിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഇത്തിരി ലൂസാക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കസ്റ്റാർഡ് ഇതേപോലെ ചേർക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ലൂസായിരിക്കും നമ്മുടെ ഫ്രൂട്ട്സ് കസ്റ്റാർഡ്. പക്ഷേ ഇത് നമുക്കിങ്ങനെ നല്ല ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് കഴിച്ചാൽ നല്ല തണുപ്പായിരിക്കും. നമ്മുടെ വയറ് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ലൂസാക്കിയിട്ട് കഴിക്കാം. പക്ഷേ ഒരു ഐസ്ക്രീമിന് പകരം സെർവ് ചെയ്യുമ്പോൾ ഇത്ര ലൂസാക്കണ്ട, കുറച്ചുകൂടെ തിക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ കുറുക്കി ഇങ്ങനെ നല്ല ഇരിക്കുമ്പോൾ ഇത് കാണാനും നല്ല രസമായിരിക്കും, കഴിക്കാനും അതിലേക്കാളും നല്ല ടേസ്റ്റുമായിരിക്കും. അപ്പോൾ ഞാൻ കുറുകിയ കസ്റ്റാർഡ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കൊരു ക്രീമി ടെക്സ്ചറാണിത്, കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ പാലും കുറച്ച് കസ്റ്റാർഡ് പൗഡർ മതി. കസ്റ്റാർഡ് പൗഡർ വേണമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞത്, നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മുടെ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് നല്ല പാകത്തിന് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഇതേപോലെ ബൗളിലാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ
ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കാണും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്